നമുക്ക് ചിക്കൻ കൊണ്ട് ഒരു വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഈ ഡിഷിൻ്റെ പേരാണ് ചിക്കൻ കൊണ്ടാട്ടം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ കൊണ്ടാട്ടമാണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. അതിനായി ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് മൈദ 2 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ 1 മുട്ട, കോഴിമുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയി കിട്ടും ചിക്കൻ. അതിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് അത് ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ. സവാള 2 സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു 8-9 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില, അരമുറി ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. എല്ലാം ചെറുതായി അരിഞ്ഞു വെക്കണം. കുനുകുനാന്ന് അരിഞ്ഞ ആ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞു വെക്കാൻ. പിന്നെ ചട്ടി വെച്ച് ചട്ടി നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 ഗ്ലാസ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ആ ചിക്കൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അത് അത്യാവശ്യം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞ് പോകരുത്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ട് ചേർത്ത് കൊടുത്തു. ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ചേർത്തു. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് മൊരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇടിയൻ മുളക് 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മൂത്ത് വരണം. അത് ജസ്റ്റ് ഒന്ന് പച്ചമണമൊക്കെ പോയി മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി 1-2 മിനിറ്റ് നമുക്കൊന്ന് അതിൽ തന്നെ ആ ചട്ടിയിൽ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചെറുതായി കുറവുണ്ട്. അവസാനമായി നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുകയാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ചേർക്കുമ്പോൾ. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.